കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമാണ്. മഹാവിഷ്ണുവിനെയും ഭഗവതിയെയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ കാര്യങ്ങൾക്ക് പേരുകേട്ടതാണ്. 5 ഭാവങ്ങളിൽ ദേവി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിനാൽ അമ്മയെ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ഓരോ സമയവും ഓരോ ഭാവമാണ് ദേവിയുടേത്. പ്രഭാതത്തിൽ വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാഭഗവതിയായ സരസ്വതിയും മൂകാംബികാ ദേവിയുമായും, ഉച്ചയ്ക്ക് ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായും, വൈകുന്നേരം നീലവസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുഃഖനാശിനിയായ ദുർഗാദേവിയായും, ഒപ്പം മഹാലക്ഷ്മിയായും ശ്രീപാർവതിയായുമാണ് ദേവിയുടെ 5 അവതാരങ്ങൾ. മേൽക്കാവ്, കീഴ്ക്കാവ് എന്നീ 2 ക്ഷേത്രങ്ങൾ ചേരുന്നതാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം. ഇതിൽ പ്രധാനപ്പെട്ടത് മേൽക്കാവാണ്. മേൽക്കാവിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒപ്പം മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവും ഇവിടെ കാണാം. മേൽക്കാവിന് താഴെയാണ് കീഴ്ക്കാവ് സ്ഥിതി ചെയ്യുന്നത്. പരാശക്തിയുടെ ഉഗ്രഭാവമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കീഴ്ക്കാവിൽ അമ്മ എന്നാണ് ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത്. ഗുരുതി പൂജയാണ് കീഴ്ക്കാവിലെ പ്രത്യേകത. വിദ്യാദേവതയായ സരസ്വതിക്ക് കേരളത്തിൽ ഒരു ക്ഷേത്രം പോലുമില്ലെന്ന ദുഃഖത്തിൽ ശങ്കരാചാര്യർ മൂകാംബികയിലെത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ദേവി വഴിയിൽ തിരിഞ്ഞു നോക്കരുതെന്ന ഉറപ്പിൽ ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. തിരിഞ്ഞു നോക്കിയാൽ താൻ അപ്രത്യക്ഷയാവും എന്നായിരുന്നു ദേവി പറഞ്ഞിരുന്നത്. എന്നാൽ വഴിയിൽ ഒരിടത്തു വച്ച് ദേവിയുടെ കാൽപാദത്തിന്റെ സ്വരം കേൾക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കുകയും ഉടൻ തന്നെ ദേവി അപ്രത്യക്ഷയാവുകയും ചെയ്തു. പിന്നീട് വീണ്ടും പ്രാർത്ഥിച്ച ശങ്കരാചാര്യരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു. അങ്ങനെയാണ് ഇവിടെ ദേവിയുടെ സാന്നിധ്യം വന്നതെന്നാണ് വിശ്വാസം. ശങ്കരാചാര്യർ മൂകാംബികാ ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലത്തിന് പിന്നീട് പേര് വന്നു. അതാണ് പിന്നീട് ചോറ്റാനിക്കരയായത് എന്നാണ് കരുതപ്പെടുന്നത്. ശങ്കരാചാര്യർ ദേവിയോട് ആവശ്യപ്പെട്ടത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടൂ എന്നും ആയിരുന്നു. അതനുസരിച്ച് ഇന്നും ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞു മാത്രമേ കൊല്ലൂരിൽ നട തുറക്കാറുള്ളൂ. മേൽക്കാവിൽ നിന്ന് നിരവധി പടികൾ ഇറങ്ങി ചെന്നാൽ എത്തുന്നതാണ് കീഴ്ക്കാവ്. കീഴ്ക്കാവിലാണ് ഗുരുതി പൂജ നടത്തുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ് ഗുരുതി പൂജ. ദേവിയെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണിത്. മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഈ പൂജ നടത്തുന്നത്. മുൻപ് ആഴ്ചയിൽ 2 ദിവസമായിരുന്നു ഗുരുതി പൂജ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഈ പൂജ നടത്താറുണ്ട്. ഭദ്രകാളി രൗദ്രഭാവത്തിൽ ഇരിക്കുന്നതിലാണ് ഇവിടെ എന്നും ഗുരുതി പൂജ നടത്തുന്നത് എന്നാണ് വിശ്വാസം. മാനസികാസ്വാസ്ഥ്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളുമെല്ലാം ഗുരുതി പൂജയിലെ പോകുമെന്നാണ് വിശ്വാസം. ബാധയൊഴിപ്പിക്കലിന് ഏറെ പേരുകെട്ടതാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. എത്ര വലിയ ഒഴിയാബാധയാണെങ്കിൽ പോലും ഇവിടെ ദേവിയുടെ മുന്നിലെത്തിയാൽ ഒഴിഞ്ഞു പൊക്കോളും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ ഉറഞ്ഞു തുള്ളി ഒഴിയുന്ന ബാധകളെ കീഴ്ക്കാവിലെ പാലമരത്തിലാണ് സാധാരണയായി തളയ്ക്കുന്നത്. വെള്ളിയാഴ്ചകളിലാണ് സാധാരണയായി ബാധയൊഴിപ്പിക്കൽ ക്ഷേത്രത്തിൽ നടത്തുന്നത്. കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ വടക്കുഭാഗത്ത് ഒരു നക്ഷത്രവനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചുള്ള അവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കാണപ്പെടുന്നു. വഴിയുടെ തെക്കു ഭാഗത്ത് ഒരു കൊച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. 4 ഏക്കറിൽ താഴെ വിസ്തീർണം വരുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം. തൊട്ടുമുന്നിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. 2 ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം. സാമാന്യം വലിപ്പമുള്ള കുളമാണിത്. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. പാർവതി ദേവി കാളിയായി അവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ്. കീഴ്ക്കാവിൽ അമ്മയുടെ ശ്രീകോവിലിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു പാലമരമുണ്ട്. അവിടെ ധാരാളം ആണികൾ അടിച്ചു വച്ചിട്ടുണ്ട്. ബാധോപദ്രവകാരെ കൊണ്ടുവന്ന ശേഷം അവിടെ പിടികൂടിയിരിക്കുന്ന ബാധയെ ദേഹത്തുനിന്ന് ഒഴിപ്പിക്കുകയും തുടർന്ന് അവയെ സത്യം ചെയ്യിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ട്. ഇതിനുശേഷമാണ് ഇവയെ തളയ്ക്കുന്നത്. പാലമരത്തിൽ ആണിയടിച്ചുകൊണ്ടാണ് ഈ കർമ്മം നടത്തുന്നത്. ഇത്തരം ആണികളാണ് ഈ പാലമരത്തിലുള്ളത്. പാലമരത്തിൽ തന്നെ ധാരാളം കളിപ്പാവകളെയും കളിപ്പാട്ടങ്ങളുടെയും രൂപങ്ങളും കാണാം. ഇവയും ബാധോപദ്രവത്തിന്റെ സൂചനകളാണ്. ഇതിനടുത്ത് ഒരു അരയാൽ മരമുണ്ട്. ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കൊടികൊള്ളുന്നു. അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു. ദിവസവും രാവിലെ അരയാലിനെ 7 വലം വയ്ക്കുന്നത് പുണ്യകരമായി കണക്കാക്കുന്നു. കീഴ്ക്കാവിൽ നിന്ന് മേൽക്കാവിലേക്ക് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ്
ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. കീഴ്ക്കാവിൽ തൊഴുതതിനു ശേഷമാണ് ഇവിടെ തൊഴേണ്ടത്. പൂർണ്ണ, പുഷ്കല എന്നീ പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവാണിവിടെ. കിഴക്കോട്ട് ദർശനം. ഉപദേവതകളായി ഗണപതി, ഹനുമാൻ, സാളഗ്രാമം എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ഇവിടെ ശാസ്താവിന് നൽകുന്നത്. അതിനാൽ ഉത്സവ നാളുകളിൽ ഭഗവതി എഴുന്നള്ളുമ്പോൾ ധർമ്മശാസ്താവ് കൂടെ ഉണ്ടാകും. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം ഇവിടെയാണ്. അവിടെ നിന്ന് മേൽക്കാവിലേക്ക് വീണ്ടും കയറുമ്പോൾ ഇടത്തെ സൈഡിൽ തന്നെയായി കൊടിമരവും മറ്റും കാണാം. ഈ നേരെ കാണുന്നതാണ് പവിഴമല്ലിത്തറ. മഹാലക്ഷ്മി ആദ്യം കുടിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് പവിഴമല്ലിത്തറ എന്നാണ് വിശ്വാസം. ഇവിടെ തൊഴുതിട്ട് വേണം ദേവിയെ തൊഴാൻ എന്നാണ് വിശ്വാസം. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് പശുവിന് പുല്ലരിയുവാനായി ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി കല്ലിൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും രക്തം ഒഴുകിയത്രേ. പിന്നീടത് ദേവിയുടെ ചൈതന്യമുള്ള ശിലയാണെന്ന് മനസ്സിലാക്കുകയും അവർ മലര് ഒരു ചിരട്ടയിലെടുത്ത് ദേവിക്ക് നേദിക്കുകയും ചെയ്തുവത്രേ. ഈ ശില ഇന്ന് കാണുന്ന പവിഴമല്ലിത്തറയിലാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ മറ്റൊരാൾ അതിൽ അവകാശം ഉന്നയിപ്പിച്ചപ്പോൾ ദേവി അവിടെ നിന്നും മാറിയിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കാണുന്ന മേൽക്കാവ് ക്ഷേത്രം ഉണ്ടായത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവിയെ ദർശിച്ചാൽ നിരവധി പ്രത്യേകതകളും ഭാഗ്യങ്ങളും ഉണ്ടെന്നാണ് വിശ്വാസം. അതിലൊന്ന് ദേവിയുടെ മകം തൊഴലാണ്. വിവാഹം നടക്കുവാനും സന്താനഭാഗ്യം ഉണ്ടാകുവാനും ദീർഘസുമംഗലി യോഗമുണ്ടാകുവാനും മകം തൊഴുന്നത് പുണ്യകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവിയുടെ ഉത്സവ നാളുകളിൽ കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റില്ല. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉടലെടുത്ത പ്രശസ്തവും വ്യത്യസ്തവുമായ ഭഗവതി സ്തുതിയാണ് അമ്മേ നാരായണ. ഈ സ്തുതിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ട് ഉണ്ടായതാണ് ഈ സ്തുതി. മേൽക്കാവിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുടെ വലതുവശത്ത് കൃഷ്ണശിലയിൽ തീർത്ത ചെറിയൊരു മഹാവിഷ്ണു പ്രതിഷ്ഠയുണ്ട്. രണ്ടും ഒരേ പീഠത്തിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ കീഴ്ക്കാവിൽ ഭദ്രകാളി പ്രതിഷ്ഠയുമുള്ളതിനാൽ 3 പേരെയും കൂട്ടിച്ചേർത്താണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന സ്തുതി ഉദ്ഭവിച്ചത്.